കേരളത്തിലെ യക്ഷിക്കഥകൾ കേട്ട് നമ്മൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. എന്നാൽ വെറുമൊരു കഥയ്ക്കും അപ്പുറം ഇന്നും അമ്പലത്തിൽ കുടിയിരുത്തി പൂജിക്കുന്ന ഒരു യക്ഷിയുണ്ട് നമ്മുടെ കേരളത്തിൽ. തിരുവിതാംകൂറിനെ വിറപ്പിച്ച സാക്ഷാൽ കാഞ്ഞിരോട്ട് യക്ഷി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തെക്കൻ കേരളത്തിലെ കാഞ്ഞിരോട് എന്ന സ്ഥലത്ത് ചിരുതക്കുട്ടി എന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ വരെ സ്വാധീനമുള്ള ഒരുപാട് പുരുഷന്മാരെ വശീകരിച്ചിരുന്ന ഒരു മോഹിനി. എന്നാൽ അവൾ ജീവനു തുല്യം സ്നേഹിച്ച ഒരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകൻ അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ആ ചോരയിൽ കുളിച്ച് അവൾ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. എന്നാൽ ചിരുതക്കുട്ടി അവിടെ അവസാനിച്ചില്ല. അടങ്ങാത്ത പ്രതികാരവുമായി അവൾ ഒരു ഉഗ്രരൂപിണിയായ യക്ഷിയായി മാറി. കുറച്ചു ദിവസങ്ങൾക്കകം ആ കാമുകനെ അവൾ കണ്ടെത്തി. അയാളുടെ നെഞ്ച് പിളർന്ന് ചുടുരക്തം മുഴുവൻ അവൾ കുടിച്ചു തീർത്തു. പിന്നീട് അങ്ങോട്ട് തിരുവിതാംകൂറിലെ പുരുഷന്മാർക്ക് അതൊരു പേടി സ്വപ്നമായി മാറി. രാത്രി ഒറ്റയ്ക്ക് പോകുന്ന പുരുഷന്മാരെ സുന്ദരിയായ രൂപത്തിൽ വന്ന് വശീകരിച്ചു കൊണ്ടുപോയി അവൾ രക്തം കുടിച്ചു. അവളുടെ ചിലങ്കയുടെ ശബ്ദം കേട്ടാൽ തന്നെ അന്ന് ആളുകൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒടുവിൽ യക്ഷിയുടെ ശല്യം സഹിക്കാൻ വയതായപ്പോൾ മംഗലത്ത് കുഞ്ഞുണ്ണി എന്ന വലിയൊരു ഉപാസകൻ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവളെ ബന്ധനസ്ഥയാക്കി. ശ്രീ പത്മനാഭന്റെ ഭക്തയായി മാറിക്കൊള്ളാമെന്ന ഉറപ്പിൽ അദ്ദേഹം അവളെ മോചിപ്പിച്ചു. ഇന്നും തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേടത്ത് നരസിംഹമൂർത്തിയുടെ കൂടെ ഈ കാഞ്ഞിരോട്ട് യക്ഷിയെ കുടിയിരുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള രഹസ്യങ്ങൾക്കായി കൂടെ നിൽക്കുക. സപ്പോർട്ട് ചെയ്യൂ. പണ്ട് പറഞ്ഞു കേട്ട കഥ